ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിദഗ്ധ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപക് ധർമ്മടം ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരുപാട് ദുരൂഹതകൾ ഈ ഉരുൾപൊട്ടലിൽ ബാക്കിയാണ്. വിശദാംശങ്ങൾ. ഇതിൽ സർക്കാരും മറ്റ് വിദഗ്ധരും എല്ലാം തന്നെ അന്താളിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഉരുൾപൊട്ടലിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉരുൾപൊട്ടലിൻ്റെ സഞ്ചാരപാതയിൽ നിന്നും മീറ്ററുകൾക്കപ്പുറത്ത് വലിയ കല്ലുകൾ ഉണ്ടായതാണ്. അതിൽ മുണ്ടക്കൈ പള്ളിയുടെ ഭാഗത്ത് ഏതാണ്ട് 2 പേരുടെ പൊക്കം വരുന്ന രീതിയിലുള്ള വലിയൊരു പാറക്കല്ല് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിലും പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടി ഒഴുകിയ മണ്ണാകെ ഇളകി ഒലിച്ചു പോയ മേഖലയിൽ നിന്നും എത്രയോ ദൂരത്താണ് ഇത് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്ന് പരിശോധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 5 വിദഗ്ധ സംഘമാണ്. ഈ വിദഗ്ധ സംഘം ഇന്നലെ മന്ത്രിമാരുമായുള്ള മന്ത്രിതല ഉപസമിതിയുമായുള്ള ചർച്ച നടത്തി. അതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും സാംബശിവറാവു, അതുപോലെ തന്നെ ജില്ലാ കലക്ടർ IG സേതുരാമൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ തെരച്ചിലിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ സർക്കാർ തെരച്ചിലിന് നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം തെരച്ചിൽ തുടരുന്നു എന്നേ ഉള്ളൂ. കാരണം ഡൗൺ സ്ട്രീമിലല്ലാതെ, മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന സ്ഥലങ്ങളിലല്ലാതെ ഇനി ശരീരഭാഗമോ മൃതദേഹങ്ങളോ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഈ വിദഗ്ധ സംഘമാണ് ഉരുൾപൊട്ടലിൻ്റെ കാരണം സംബന്ധിച്ച്. മറ്റൊന്ന്, ഈ ഉരുൾപൊട്ടിയ മേഖലയിൽ തന്നെ നമ്മൾ മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമറ്റത്തേക്ക് 3.5 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞൊരു ദിവസം നടന്നു പോയിരുന്നു ഞാനും രാജേഷ് ഉള്ളരിക്കൊണ്ടും. ഈ മേഖലയിൽ തന്നെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അലവി എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നു. അദ്ദേഹം നമ്മളോട് സംസാരിച്ചതാണ്. അങ്ങനെ കുറച്ചുപേരെങ്കിലും അവിടെ താമസിക്കുന്നു. അവരുടെ ജീവന് ഭീഷണിയുണ്ടോ, അവർ സുരക്ഷിതരാണോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ കേന്ദ്ര വിദഗ്ധ സംഘം ഇനിയും ഉരുൾപൊട്ടാൻ, അതായത് മഴക്കാലത്ത് എപ്പോഴെങ്കിലും, ഇപ്പോഴൊന്നല്ല, ഉരുൾപൊട്ടാൻ സാധ്യത ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്തുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് SKN. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സംഘത്തിൻ്റെ ഒരു നിഗമനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇനി തിരച്ചിലിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. വിദഗ്ധർ പ്രത്യേകിച്ചും ഈ തെരച്ചിലിൽ ഏർപ്പെട്ട സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ ഇന്നുകൂടി തെരച്ചിൽ നടന്നതിന് ശേഷം ഏതായാലും മറ്റൊരു ആലോചനയിലേക്ക് കടക്കും. കാരണം NDRF എല്ലാം തന്നെ അവരുടെ പ്രവർത്തനം ഏറെക്കുറെ ഇനിയും ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ്. ആകെയുള്ളത് ഈ ചാലിയാറിൻ്റെ ഡൗൺ സ്ട്രീമിൽ താഴ്വാരത്തിൽ എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ. ഇന്നലെ ഒരു ശരീരവും 2 ശരീരഭാഗവും കിട്ടിയിരുന്നു. അത് കിട്ടിയത് മലപ്പുറം ജില്ലയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഏതായാലും ഈ തെരച്ചിൽ എത്രയും വേഗം അവസാനിപ്പിക്കാം എന്ന ഒരു നിഗമനത്തിലേക്കാണ് സേനാ വിഭാഗങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ സർക്കാർ അതിന് ഒരു പച്ചക്കൊടി വീശിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. SKN.